ഗൈസ്, അഫാനാണെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്നലെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. അഫാൻ പറയണത് എന്തോന്നാണ്, കടബാധ്യത കാരണമാണ് എല്ലാവരെയും കൊന്നത്. ഉമ്മയെ കൊന്നു, ഉമ്മ മരിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ. അപ്പോഴ് ചോദിക്കുകയും ചെയ്തു ഉമ്മ ചത്തില്ലേന്നു. അപ്പം അത്ര വിവരമേ ഉള്ളൂ. വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തല്ലിക്കൊല്ലൂലല്ലോ എല്ലെണ്ണത്തിനെയും. അപ്പം അവനെ അതുപോലെ അടിക്കണമായിരുന്നു. തലമണ്ടക്കിട്ട് അടിച്ചു കൊടുത്താൽ അവന് വേദന ഉണ്ടാവുമെന്ന് അറിയണോ. എല്ലെണ്ണത്തിനെയും തല്ലി ചതച്ചല്ലേ കൊന്നത്. അങ്ങനെ അവിടെ ഒരു കൂസലില്ലാതെയാണ് പറഞ്ഞത്. അപ്പം അതിനു മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോകുമ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയപ്പം അവിടെ വെച്ച് ഞാൻ മരിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ വെറുതെ എവിടെ മരിക്കാൻ, അല്ലെങ്കിൽ തന്നെ മരിച്ചാലെന്ത് മരിക്കണം. ഇങ്ങനെയുള്ളവന്മാർ കിടക്കരുത്. വീട്ടിലുള്ള എല്ലെണ്ണത്തിനെയും ബന്ധുക്കാരെ എല്ലെണ്ണത്തിനെയും തല്ലിക്കൊന്നിട്ട് ഇനി അവൻ ജീവിച്ചിരിക്കണം എന്തായിരുന്നു? അവൻ മരിക്കുക തന്നെ വേണം. അവൻ ആരെ ഭീഷണിപ്പെടുത്തണത്? ജനങ്ങൾ വേണമെങ്കിൽ ഒറ്റക്കെട്ടായി വേണമെങ്കിൽ പറയും മരിക്കണമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോടതി കൊണ്ടുവന്നതിന് ശേഷം പോലീസിന് കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞ് 3 ദിവസത്തേക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 ദിവസം കസ്റ്റഡിയിലാണ്. കോടതിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പാങ്ങോട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇന്നലെയൊക്കെ നല്ലതുപോലെ രാത്രിയൊക്കെ ബിരിയാണിയൊക്കെ വെച്ച് ഇങ്ങോട്ട് നല്ലതുപോലെയൊക്കെ കഴിച്ചപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് സ്വഭാവം മാറി. 7 മണിയായപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ അമ്മമാരെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ ഒരു കള്ളലക്ഷണം അഭിനയം അല്ലാതെ പിന്നെ തോന്നുന്നു. പിന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് അപ്പോഴും കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുകയായിരുന്നു. ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോലീസ് അത് അഴിച്ചു കൊടുത്ത് വിലങ്ങ് എടുത്ത് മാറ്റി. അപ്പോഴും പുള്ളിക്കാരൻ കയ്യിലല്ലേ കൊടുത്തിരുന്ന ബെർമൂട. എന്ത് കയ്യിൽ കൊടുക്കാൻ പേടിയാണ്. ചിലപ്പോൾ കയ്യിൽ ഉരിഞ്ഞ് തൂങ്ങണമെങ്കിൽ എന്നുള്ള ഇതുകൊണ്ടായിരിക്കും ബെർമൂട ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരൻ അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരുന്നത്. അങ്ങനെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം അവിടെ ടോയ്ലറ്റിൽ വീണെന്ന് പറയുന്നത്, തല കറങ്ങി വീണെന്ന്. അതെന്തോന്നു ഇന്നലെ രാത്രിയൊന്നും ഒരു കുഴപ്പമില്ല. ഈ പോലീസ് കസ്റ്റഡിയിലൊക്കെ ആവുമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴും തുടങ്ങും തല ഇറക്കവും വീഴ്ചയും. പോലീസ് ഒന്ന് പിടിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് എല്ലാം പരിശോധിച്ച് നോക്കി, ഒരു കുഴപ്പമില്ല. അപ്പോഴേ ഡോക്ടർമാർക്കും എല്ലാവർക്കും അറിയാമെന്നേ ഒരു വെറുതെയാണെന്ന്. ഇവൻ്റെ അഭിനയമാണ് എന്ന് പറഞ്ഞ് തെളിവെടുപ്പിന് കൊണ്ടുപോകണം. ഇവൻ്റെ ഉദ്ദേശം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും വെളിയിലിറങ്ങണം. ഇങ്ങനെ ഈ പോലീസ് കസ്റ്റഡിയിലും അവിടെ ഇനിയിപ്പോൾ പാങ്ങോട് പോയി അവിടെ ചെന്ന് തെളിവെടുപ്പ് നടത്തി. പിന്നെ പാങ്ങോട് വാപ്പന്മാരെ വീട്ടിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ വെച്ച് അനിയനെയും ഉമ്മായെയും തലക്കടിച്ച് സ്നേഹിച്ച പെണ്ണിനെ കൊന്ന്, പിന്നെ അതിനുശേഷം വലിയമ്മായും കൊന്ന് തലക്കടിച്ചു. അപ്പോൾ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ അഫാൻ എന്തോ ഉദ്ദേശമുണ്ട്. അഫാൻ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. അഫാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കടബാധ്യത. എവിടെ കടബാധ്യത? അവൻ്റെ വാപ്പ പറഞ്ഞെന്തോന്നാണ്, കടബാധ്യത ഉണ്ടായിരുന്ന അത്രയ്ക്കുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ മോൻ്റെ കൂട്ടിനൊത്ത് ഉമ്മ നിൽക്കുമായിരുന്നു. അങ്ങനെ മോൻ പറയണ കണക്കിന് പൈസ ഒരേ ബന്ധുക്കാരെ പോയി മേടിക്കുമായിരുന്നു, പലിശയ്ക്ക് എടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഉമ്മ. മോന് സപ്പോർട്ടായിരുന്നു. അതെല്ലാം മാതാവും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. മക്കൾ ഇന്ന് വിഷമിച്ചിരുന്നു, അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂലേ? അതുപോലെ തന്നെ മക്കൾ വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും തള്ളമാർ ചിലപ്പോൾ തള്ളമാരറിയാതെ തന്നെ ചെയ്തെന്നിരിക്കും. അത് സ്വാഭാവികമാണ്. അതുപോലെ ആ തള്ളാൻ തരുത് മോൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം നേടിക്കൊടുത്തു. ബന്ധുക്കാരെ വീടുകളിൽ പോയി ഇങ്ങനെ പൈസകളൊക്കെ കടം മേടിച്ച്. അപ്പം എപ്പോഴും ചെല്ലുമ്പോൾ അവരെ കൊണ്ട് പറ്റുമോ? ഒക്കൂല, കൊടുക്കാൻ പറ്റൂല. അത്രയും കോടീശ്വരന്മാരായിരിക്കണം. പിന്നെ ആ പൈസ തിരിച്ചു ചോദിക്കാൻ പറ്റൂല. അപ്പോഴും ഇവൻ വിഷം കഴിച്ചു കളയും. പൈസ തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് ഒരേ അടവുകൾ എടുക്കുമായി. അതും വേറൊന്നുമല്ല, എലി വിഷമൊന്നും കഴിക്കണം കേട്ടോ. അല്ലാതെ കൂടിയ വിഷമൊന്നുമല്ല, വേറെ ഒന്നും ചെയ്യാനില്ല.
വേറെ എങ്ങനെയും മരിക്കൂല, എലി വിഷം കഴിക്കും. എലി പോലും ചാവൂല എന്ന് അവനറിയാം. ഒരു ബന്ധു വീട് അങ്ങ് തട്ടത്തുമലയുണ്ട്. തട്ടത്തുമല ചെന്നിട്ട് ആ ബന്ധു വീട്ടിൽ പോയി മുമ്പും പൈസ മേടിച്ച് എത്രയൊക്കെ 5 ലക്ഷമോ കൊണ്ടൊക്കെ ചോദിച്ചെന്ന് പറയുന്നു. പിന്നെ 50,000 മേടിച്ച ദിവസങ്ങളുണ്ട്. ഇപ്പം ഈ 5 ലക്ഷമൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ മുമ്പ് മേടിച്ച കടങ്ങൾ തന്നെ പൈസകൾ തന്നെ കൊടുക്കണില്ല. കൊടുക്കാതെ വരുമ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പ്രശ്നങ്ങളായി. പിന്നെ അവസാനം ലാസ്റ്റ് ഉമ്മായും മോനും കൂടെ ഉമ്മായും വിളിച്ചുകൊണ്ട് പോയി. ഈ ഉമ്മായെ എല്ലാത്തിനെയും തലക്കടിക്കണതിൻ്റെ തലേ ദിവസം പോയി പൈസ വാങ്ങിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ പൈസ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് അവർ കൈമലർത്തി കാണിച്ച്. അവർ ചോദിച്ചുകൊണ്ടിരുന്ന് ആ പൈസയും കൊടുത്തില്ല. ഇനിയും ഉണ്ടായിരുന്നു എൻ്റെ ലിസ്റ്റിൽ ഇത്ര പേരൊന്നുമല്ല, 6 പേരല്ല. അപ്പോഴും വിചാരിച്ചിട്ട് ഉമ്മ മരിച്ചെന്നാണ്. 6 പേരല്ല, ബന്ധുവായ സ്ത്രീയും അവരെ മോളും ഉണ്ടായിരുന്നു പറഞ്ഞാൽ ലാസ്റ്റ് ഉമ്മായെ വിളിച്ചുകൊണ്ട് പോയി പൈസ ചോദിച്ച ആ ഉമ്മായെ മോളെ കൊല്ലണമായിരുന്നു. പിന്നെ ഒരു മാമാരാരും പറയണ്ട, ഈ ന്യൂസ് ചാനലിലൊക്കെ പറഞ്ഞ ഒരു മാമ ഉണ്ടായിരുന്നില്ല, ആ മാമായെ കൊല്ലണമായിരുന്നു. പിന്നെ ഉമ്മ മരിച്ചില്ലെന്നറിഞ്ഞപ്പം ഇവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കാണും, ഉമ്മ മരിച്ചില്ലല്ലോ, അപ്പം ഇനി എങ്ങനെയെങ്കിലും ഇവനെ അടവ് കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങണം. പക്ഷേ ഇറങ്ങരുത്, ഇവനെ അവിടെ തന്നെ ഇട്ട് ശിക്ഷിക്കണം. എവിടെ മരിക്കണമെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ഇനി പല ഉദ്ദേശങ്ങളുണ്ട്. കുടുംബത്തിലുള്ള അത്ര എണ്ണത്തിനെയും മിക്കവാറും ഇവൻ തീർക്കും. അങ്ങനെയുള്ള ഉദ്ദേശം ഇവൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന് ഇവൻ കാണിക്കുന്നത്. ഉമ്മാരെ ജീവൻ തന്നെ അപകടത്തിലാവും. പിന്നെ പോരെങ്കിൽ വാപ്പ അന്ന് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ വാപ്പായെ തീർത്തനെയിരുന്നു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ വാപ്പ നാട്ടിലുണ്ട്, അതുകൊണ്ട് ഇവന് വെപ്രാളമായിരിക്കും. എത്രയും പെട്ടെന്ന് വന്ന് മൊത്തത്തിൽ കുടുംബത്തിലുള്ളവരെ തീർക്കാനായിട്ടായിരിക്കും ഇവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇവന് കടുത്ത ശിക്ഷ തന്നെ. ഇവൻ ഭയങ്കര അഭിനയം തന്നെ. ഈ അഫാൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര അഭിനയം തന്നെ. ഇറക്കി വിടരുത് എന്നാണ് പറയുന്നത്. തെളിവെടുപ്പ് നടത്തി എല്ലാ ഇതുകളും കണ്ടെത്തി അവൻ്റെ നീക്കുപോക്കുകളെല്ലാം കാണാം. അവൻ അവിടെ കിടന്നപ്പോൾ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഇവൻ സവാരി നടത്തണവനായിരുന്നു. ഇപ്പം അവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റൂല. അവന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊബൈലിൽ അവന് ഓരോന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് കൊല്ലണമെന്ന് ഇത്രയൊക്കെ പഠിച്ചിരിക്കും. അപ്പം ഇനി വേറുള്ള രീതിയൊക്കെ അവന് പഠിക്കണമായിരിക്കും. ഇവന് വേറൊരു രീതിക്ക് കൊല്ലണ രംഗങ്ങളും എല്ലാവരും പഠിക്കണമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. മരിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി അവൻ ഇറങ്ങാനുള്ള ഉദ്ദേശം ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇവൻ്റെ അടവാണ്. ഇവൻ മരിക്കണമെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് വിചാരിക്കണം. ഇത്രയും എണ്ണത്തിനെ അവൻ തലക്കടിച്ച് കൊന്നില്ലേ. ഇനി പിന്നെന്തേരാണ്? ആ ഉമ്മ തന്നെ അറിഞ്ഞ ഇളയ മോൻ മരിച്ചത്. ആ ഇളയ മോൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ തള്ള കരയാണ്. എത്രയൊക്കെ ആയാലും മക്കളല്ലേ, അതുകൊണ്ട് മോനെ പേണിയതാണ്. പിന്നെ കട്ടിലിൽ നിന്ന് വീണെന്ന് പറഞ്ഞത് അതങ്ങനെയാണ്. അമ്മമാരങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി മോൻ മരിച്ച് ഇനി അവരെ വായിൽ നിന്നെല്ലാം വെളിയിൽ വീണതാണ് നല്ലത്. അവരെല്ലാം പറയുമെന്ന് കരുതുന്നു. ഇളയ മകൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് ആ പഴയ ഒരിതിലേക്ക് പോയെന്നാണ് അറിവ്. അത് ഈ ഗോകുലം മെഡിക്കൽ കോളേജിലെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പൈസ, ഒരു 3-4 ദിവസം കിടക്കുമ്പോൾ തന്നെ ഒരുപാട് 5 അല്ലെങ്കിൽ ഒരാഴ്ച കിടക്കുമ്പോൾ തന്നെ ലക്ഷങ്ങളാവും. പക്ഷേ ഇവർ പാവങ്ങളല്ലേ, ഇവരെ കൊണ്ട് ഒന്നാമത് കടം അങ്ങനെ കിടക്കണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ ചിലവ്? അങ്ങനെ ചിലപ്പം മിക്കവാറും മെഡിക്കൽ കോളേജിലേക്ക് ഇനി മാറ്റുമായിരിക്കും. മോനെ തിരക്കി ഇന്നലെ എങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോഴത്തൊട്ട് ഭയങ്കര കരച്ചിലും അവർ ഒരുമാതിരി പഴയ ആ ഒരു ഇതിലേക്ക് പോണതായിട്ടാണ് അറിവ്. ഈ ഒരു മോൻ വിചാരിച്ചപ്പോൾ ഇത്രയും ഒത്തല്ലോ, ഇത്രത്തോളമൊക്കെ കാണിച്ചു വെച്ച ആശയ്ക്കരിമയായിട്ട് അങ്ങനെയാണ് ആ ഇളയ മോനെ സ്നേഹിച്ചത്. ഈ അഫാനും അങ്ങനെയാണ് അവനെ കൊണ്ട് നടന്നത്. അപ്പോഴും അത് ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല, തള്ളയെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല. പക്ഷേ ഈ മൂത്ത മോനെ ഇന്നവരെ തിരക്കിയിട്ടേ ഇല്ല. ആ ഉമ്മാക്കറിയാം യവനായിരിക്കും അവനെ കൊന്നതെന്നും. പക്ഷെ ആര് കൊന്നതെന്നും പറഞ്ഞില്ല, എങ്കിലും ആ തള്ളയ്ക്ക് അറിയാൻ പറ്റും. ബാക്കി ബന്ധുക്കാർ മരിച്ചതൊന്നും അറിയിച്ചു കാണില്ല. ഇതൊക്കെ തന്നെ ഇനിയിപ്പോൾ കാണാം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പിന് എന്നാലും വിട്ടുകൊടുക്കില്ല. എന്നാലും 2-3 ദിവസത്തിനിടയ്ക്ക് വെച്ച് തെളിവെടുപ്പ് നടത്തണമല്ലോ. അപ്പം ഇന്ന് തെളിവെടുപ്പിന് പാങ്ങോട് വാപ്പുമായി അടിച്ചെന്ന് ആ പാവം കളവി 95 വയസ്സായി അതിനെ പോയി അടിച്ചിരിക്കണം. ആദ്യം 5 പവൻ്റെ കണ്ട മാല കടന്ന് യവനെ പേടിച്ചിട്ട് മോളെ വീട്ടിൽ കൊടുത്തു, മോളെ കണ്ട് ഏൽപ്പിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ മാല ഇട്ടിരുന്ന് അത് കൊടുക്കാത്തതിനാണ് ചെന്ന് പിടിച്ചെടുത്തിട്ട് അവരെ തലയ്ക്ക് ഭിത്തിയിലും അടിച്ചിട്ട് അവരടിച്ചു കൊന്ന്. ഇങ്ങനത്തെ ദുഷ്ടന്മാർ, ഇവനെ ദുഷ്ടനെന്നേണ വിളിക്കായി. ഇവനെന്തിനി ഇവിടെ ഈ ഭൂമിയിൽ വളർത്തി വയ്ക്കണേ?
ഇനി ബാക്കിയുള്ള എല്ലാ എണ്ണത്തിനെയും തീർക്കും. അതുകൊണ്ട് ഇവൻ തീരണത് തന്നെയാണ് നല്ലത്.